കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ ഒഴിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ സ്മൃതി സ്തൂപങ്ങളാണ് വികൃതമാക്കിയത്. വിശദാംശങ്ങളുമായി സജോ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജോ, എന്താണ് സംഭവിച്ചത്? ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, അല്പസമയം മുൻപാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് കണ്ണൂർ പയ്യാമ്പലത്തെ നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരങ്ങൾ ഉള്ള സ്ഥലമാണ്. ഇവിടെ പ്രധാനമായും CPIMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സ്തൂപമാണിത്. അവിടെ ഒരു ചിത്രമൊക്കെ വെച്ചിരുന്നു. അവിടെ നമുക്ക് കരിയോയിലാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയാണോ എന്ന് വ്യക്തതയില്ല. ഈ സ്തൂപം ഒപ്പം EK നായനാരുടെ സ്മൃതി കുടീരം തൊട്ടപ്പുറത്തുണ്ട്. അവിടെയും സമാനമായി ഒഴിച്ചിട്ടൊപ്പം ചടയൻ ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെയും ഇത് 3 സ്മാരക സ്തൂപങ്ങളും സമീപത്ത് തന്നെ ഉള്ളതാണ്. ആ അതിലേക്കാണ് ഇപ്പോൾ അല്പസമയം മുൻപ് മാത്രമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി. ആരാണ് ഇത്? EK നായനാരുടെ സ്മൃതി കുടീരമാണ്. അവിടെയും സമാനമായി ഒരു ദ്രാവകം ഒഴിച്ചിട്ടുണ്ട്. അവ വികൃതമാക്കാനാണ് ശ്രമം നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അല്പസമയം മുൻപ് മാത്രമാണ് ഇത് ഇവിടെയുള്ള ആളുകളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. CPIM നേതാക്കൾ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളോട് ഒപ്പം CPIM നേതാക്കൾ കൂടി ചേരുന്നുണ്ട്. PK ശ്രീമതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല, പക്ഷേ വികൃതമാക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഞങ്ങൾ അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഉണ്ട്. ഇത് കണ്ണൂരിൽ ആദ്യമാണ്. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവം. പയ്യാമ്പലം സ്മൃതി കുടീരം എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. എത്രയോ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 4 പ്രധാനപ്പെട്ട സ്മൃതി കുടീരങ്ങളിലാണ് ഈ കരിയോയിലോ അല്ലെങ്കിൽ രാസപദാർത്ഥം ഒഴിച്ചിട്ടുള്ളത്. ഞങ്ങളിത് കണ്ട ഉടനെ തന്നെ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചു പോയി. കാരണം കണ്ണൂരിൻ്റെ നേതാവല്ലല്ലോ നായനാർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ അല്ല, ദേശീയ നേതാവാണ് അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയെപ്പോലെ ജനങ്ങൾ കാണുന്ന ഏറ്റവും പ്രിയങ്കരനായ ജനകീയ നേതാവ് സഖാവ് നായനാരുടെ, സഖാവ് കോടിയേരിയുടെ മുഖം ഒന്ന് നോക്കൂ. ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തിട്ടുള്ള കോടിയേരിയുടെ മുഖം ഇപ്പം കാണാനില്ല. എന്താ ഈ മരിച്ചുപോയ, നമ്മളിൽ നിന്ന് വിട്ടുപോയ, ഈ ലോകത്തോട് വിട പറഞ്ഞ ഈ പ്രിയപ്പെട്ട നേതാവിനോട് ഇത്രയേറെ അമർഷം ആർക്കാനുള്ളത്? എന്തിനാ ഈ ഒരു രാസപദാർത്ഥം ഒഴിച്ചത്? ഇന്ന് വരെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും സ്മൃതി കുടീരം ഇഴചേർന്ന് നിൽക്കുന്ന പോലെയാണ്. അങ്ങനെയുള്ള ഈ ഒരു ഏറ്റവും പുണ്യസ്ഥലമെന്ന് ജനങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് CPIMന്റെ നേതാക്കളായിപ്പോയി എന്നുള്ളത് കൊണ്ടാണോ സഖാവ് നായനാർ, സഖാവ് കോടിയേരി, സഖാവ് ചടയൻ, സഖാവ് ഭരതേട്ടൻ ഇവരുടെ എല്ലാം സ്മൃതി കുടീരത്തിന് മേലെ ഇത് ഒഴിച്ചിരിക്കുകയാണ്. ഇത് വളരെ 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 നിഷ്ഠൂരവും നിന്ദ്യവും നീചവുമായിട്ട് നോക്കൂ സഖാവ് കോടിയേരിയുടെ മുഖം. ഇത് ഗൗരവമായിട്ട് കാണണം. ഇത് വളരെ ആസൂത്രിതമായിട്ട് ആരോ ഈ കണ്ണൂർ ജില്ലക്കകത്ത് ഇത് അങ്ങേയറ്റം ക്രൂര. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ അഥവാ രാസപദാർത്ഥം ഒഴിച്ചു. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയത്. സജോ ദേവസ്യ പോകുന്നു എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്ത് ചേതോവികാരമാണെന്ന് പറയാൻ കഴിയില്ല. എന്ത് തന്നെയായാലും ഇത് അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇത് ഒരു തരത്തിലും ഈ പയ്യാമ്പലം സ്മൃതി കുടീരത്തിൽ ഇനി അതിനനുസരിച്ചുള്ള സംവിധാനം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിശദാംശങ്ങളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളിൽ പല CPIM നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങളിലാണ് ഏതോ രാസപദാർത്ഥം, കരിയോയിലിന് സമാനമായ രാസപദാർത്ഥം ഒഴിച്ചിരിക്കുന്നത്. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത്. സജോ ദേവസ്യ തുടരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അല്പസമയം മുൻപാണ് എന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ നേതാക്കൾ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ ഈ സംഭവം പകൽ നടന്നതാണോ? CPIM ഇക്കാര്യത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ?
ക്രിസ്റ്റീന, പോലീസ് സംഭവസ്ഥലത്തുണ്ട്. പ്രാഥമിക പരിശോധന അവർ നടത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോ മറ്റോ നടന്നതായിരിക്കണം. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ഇത്തരം ഒരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പാർട്ടി പ്രവർത്തകരും മറ്റുമൊക്കെ സ്ഥിരമായി വരുന്നൊരു സ്ഥലമാണ്. ഇന്ന് തന്നെ സംഭവിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒ ഭരതൻ, ഒപ്പം മുൻ MP, ഒപ്പം ചടയം ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, EK നായനാർ എന്നിങ്ങനെ 4 പേരുടെ സ്മൃതി കുടീരങ്ങൾ, മറ്റു നേതാക്കളുടെയും ഉണ്ട്, 4 പേരുടെ സ്മൃതി കുടീരങ്ങൾ ഇവിടെ ചേർന്നുള്ളതാണ്. ഈ ഭാഗത്താണ് ഇത്തരമൊരു നമ്മൾ മനസ്സിലാക്കുന്ന എന്തോ ഒരു കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സജോ ദേവസ്യയാണ്. പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കി എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. EK നായനാർ, ഒ ഭരതൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത്. ഇത് ആസൂത്രിത ആക്രമണമാണെന്നാണ് CPIM നേതാവ് PK ശ്രീമതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ CPIM പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. കരിയോയിൽ അല്ലെങ്കിൽ പോളിഷൊക്കെ പോലെയുള്ള ഏതോ ദ്രാവകമാണ് ഒഴിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണിത് ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേതാക്കളെ അറിയിക്കുകയും PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. സജോ ദേവസ്യ തുടരുന്നു. സജോ, തുടരാം. ക്രിസ്റ്റീന, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് ഉൾപ്പെടെയുള്ള CPIMന്റെ പ്രധാന നേതാക്കളൊക്കെ സംഭവ സ്ഥലത്ത് എത്തി ഇവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പോലീസ്, കണ്ണൂർ ടൗൺ ഒക്കെ ഉള്ള സ്ഥലത്ത് CCTV-കളൊന്നുമില്ല. പക്ഷേ അവർ പ്രധാനമായും പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളോടൊപ്പം CPIMന്റെ കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് കൂടി ചേരുകയാണ്. എപ്പോഴാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇത് വന്നത്? ഇത് ജസ്റ്റ് അരമണിക്കൂർ മുമ്പാണ്. ഇവിടെ ഇവിടെ എത്തിയ ഷൂട്ടിങ്ങിന് വന്ന മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ്. അതറിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ പല ഘട്ടങ്ങളിലും സംഘർഷ നിർഭരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരം ഘട്ടങ്ങളൊന്നും പയ്യാമ്പലത്തെ പാർട്ടി നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് നേരെ ഒരാക്രമവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരമൊരു അക്രമത്തിൻ്റെ പിന്നിൽ കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണുള്ളത്. അത് സ്വാഭാവികമായും അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് വളരെ ഗൗരവത്തിൽ പോലീസ് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ഇത് വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി EK നായനാർ, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രമല്ല, കേരളം മുഴുവൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാനായൊരു നേതാവാണ്. അതുപോലെ തന്നെ സഖാവ് കോടിയേരി, സഖാവ് ചടയൻ, സഖാവ് ഒ ഭരതൻ. ഇവിടെ ഒരുപാട് സ്മൃതി മന്ദിരങ്ങളുണ്ട്. പ്രത്യേകിച്ചും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, എഴുത്തുകാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് നിരവധി ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ എല്ലാ സ്മൃതി കുടീരങ്ങൾ ഇതിന് ചുറ്റുവട്ടത്തുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സ്മൃതി കുടീരത്തിന് നേരെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു രാസപ്രയോഗം ഉണ്ടായിട്ടില്ല. അത് CPIMന്റെ നേതാക്കന്മാരും സ്മൃതി കുടീരം മാത്രം തിരഞ്ഞു പിടിച്ച് ഒരു രാസപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ കോടിയേരിയുടെ ചിത്രം വികൃതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് അതിന് നേരെ രാസപ്രയോഗം നടത്തിയിട്ടുള്ളത്. പരാതി നൽകിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി ഉടൻ പരാതി നൽകും. പോലീസ് ഇത് അറിയിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്.